ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിപ്പോൾ നാട്ടിലാണ്. നാട്ടിൽ നിന്നാണ് റെക്കോർഡിങ്. കുറച്ച് സൈഡിൽ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. സോ നമുക്ക് നമ്മുടെ ഗൈഡൻസിലേക്ക് കടക്കാം. ഓക്കെ, ന്യൂ മൂണൊക്കെ കടന്നുപോയി. എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമാവാസി എല്ലാം കഴിഞ്ഞു. കുഴപ്പമില്ല. നമുക്ക് ഈ അമാവാസിയുടെയൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ മാറ്റങ്ങൾ വരുന്നത് നോക്കാം. ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസിൽ എന്താ കാണുന്നത്, എന്താ ഗൈഡൻസ്. ഓക്കെ, ഞാൻ തിരിച്ചു പിടിച്ചതാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ആൻസൈറ്റി കാണുന്നുണ്ടല്ലോ. സോറി, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഒന്ന് നോക്കാനുണ്ട്. കൂടുതൽ കാർഡ്സ് എടുക്കുന്നില്ലേ തൽക്കാലം. ഇവിടെ മെയിനായിട്ട് എനിക്ക് എനർജി കാണുന്നത് അഗൈൻ ഐ തിങ്ക് കുറച്ച് ദിവസം മുമ്പും ഞാൻ ലാസ്റ്റ് എടുത്ത റീഡിങ്ങിലും ഐ തിങ്ക് ഇങ്ങനെ എന്തോ ആയിരുന്നു, കൺഫ്യൂഷനെ കുറിച്ച് എന്തോ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. ഓക്കെ, സോ എന്തോ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ് ആണ് ഏറ്റവും കൂടുതലേക്ക് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ പേടികൾ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഓർത്തോർത്തോർത്ത് ഇങ്ങനെ രാത്രി ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന തരത്തിൽ. അത് പല കാര്യങ്ങളും ആവാം, പലർക്കും പലതായിരിക്കും. യുനോ ഓരോരുത്തർക്ക് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടാവാം. ലൈക്ക് ജോലിയുടെ കാര്യത്തിൽ, വീട്ടിലെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിൽ, ഫൈനാൻസിന്റെ കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാം. സോ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊരു പേടി, ഒരു ഭയം എന്താകും എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ ഇത് എനിക്ക് മെയിൻലി ഒരു ഫൈനാൻഷ്യൽ ലോസിന്റെ കാര്യം കാണുന്നുണ്ട്. തനിച്ചായ പോലെ ഒരു ഫീലിംഗ് കാണുന്നുണ്ട്. പുറത്താക്കപ്പെട്ടൊരു ഫീലിംഗ് എന്നൊക്കെ പറയും. ഇത് പാസ്റ്റിലെ ആണ്. പക്ഷെ ഓക്കെ, 5 എപ്പോഴും നമ്മൾ പാസ്റ്റിലെ കാര്യം എന്ന രീതിക്ക് എടുക്കും. ഇപ്പോൾ 5 പെൻഡിക്കൽസ് വരുമ്പോൾ നിങ്ങൾ മുൻപ് അനുഭവിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിരിക്കാം, അടുത്ത കാലത്തായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ ആയിരിക്കാം, നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിച്ചായോ ഞാൻ എന്നൊരു തോന്നൽ, നിങ്ങൾക്ക് ആരും ഹെൽപ്പിനില്ല എന്നൊരു തോന്നൽ. യെസ്, ഐ തിങ്ക് ഈ ഒരു എനർജി, സിമിലർ എനർജി വന്നിരുന്നു കഴിഞ്ഞ റീഡിങ്ങിൽ എനിക്ക് ഓർമ്മയുണ്ട്. സോ ഇവിടെ 5 പെൻഡിക്കൽസ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നാണ്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ഇവിടെ ഒരു ചർച്ചിന്റെ ഒരു നമ്മൾ പറയില്ലേ മിററാണ് കാണുന്നത്. സോ ഇവിടെ പറയുന്നത് ശരിക്കും അവിടെ അപ്പുറത്ത് ചർച്ച് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, നിങ്ങളിവിടെ പുറത്താണ്, നിങ്ങൾ സ്നോയിലാണ്, മഞ്ഞിലാണ്, നിങ്ങൾ തണുപ്പത്ത് പുറത്ത് നടക്കുകയാണ്, ഒന്നുമില്ലാതെ നടക്കുകയാണ്. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് വഴികളുണ്ട്, നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട് എന്നുള്ള ഒരു കാണിച്ചു തരാണ് ഇവിടെ. സോ നിങ്ങളോട് പറയുന്നത് മനസ്സിൽ എന്തെങ്കിലും പേടികൾ, ഫിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹെൽഫൻ കാർഡ് നമുക്ക് എന്തായാലും സ്പിരിച്വൽ കാർഡാണ്. സോ യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിലേക്ക് അടുക്കാം, ദൈവത്തിലേക്ക് അടുക്കുക, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരിക. ഇവിടെ മനസ്സിലെ നിങ്ങളുടെ സ്ട്രെസ്, സ്ട്രെയിന് നിങ്ങൾ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടുകയാണ്. സ്വയം നമ്മൾ ആ പേടികളെ നമ്മൾ കൂട്ടുകയാണ്, ഓവർ തിങ്കിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്, പേടിയുണ്ട്, ശരിയാണ്. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമല്ല. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തെങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആക്ച്വലി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നല്ലോണം പ്രാർത്ഥിച്ച് യൂണിവേഴ്സിനോട് തന്നെ ശരിക്കും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിയാണ്, ഒരു എനർജി ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഒരു ദൈവിക തത്വമുണ്ട് എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ആ ദൈവത്തിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ഒരു പ്രസൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു നമുക്കൊരു ഉൾവിളി വരും, അല്ലെങ്കിൽ നമുക്കൊരു അറിവ് കിട്ടും. ഓക്കെ, നോളജ് കിട്ടും എന്നാണ്. ഓക്കെ, ആ ഒരു സ്പിരിച്വൽ നോളജ് നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും.
ഈ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻസ്, പേടികൾ എന്നൊക്കെ പുറത്തു വരാൻ സഹായമാവുന്നത് ഒന്ന്, യെസ് മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരുടെയും ഹെൽപ്പ് എടുക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ഏതെങ്കിലും കൗൺസിലറെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും എന്താ പറയുക, പ്രീസ്റ്റ് പള്ളിയിലെ പ്രീസ്റ്റ്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഏത് റിലീജിയൻ ആണെങ്കിലും ശരി, നിങ്ങളുടെ അതിലുള്ള അറിവുള്ള വ്യക്തികളെ സമീപിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ആരെങ്കിലും കുറച്ചുകൂടി പ്രായമായവരാരെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റിയവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, ഇതിൽ കൂടുതലും പക്ഷേ നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങളെയാണ് പറയാം. ഓക്കെ, മേ ബി സ്പിരിച്വൽ ബുക്സ് ഒക്കെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കാം. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് വായിച്ചില്ലെങ്കിലും, വായന എല്ലാവർക്കും പറ്റിയെന്ന് വരില്ലല്ലോ. ഓക്കെ, നിങ്ങൾ കേൾക്കൂ. ഓക്കെ, ഞങ്ങൾ കേൾക്കും. പലതും ഉണ്ട് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട്, പക്ഷെ നല്ല സ്ഥലങ്ങളിൽ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. എന്താണ് യൂണിവേഴ്സിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക, നമ്മുടെ ജന്മം എന്താണ്, നമ്മുടെ ജീവിതം എന്താണ് മനസ്സിലാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവും ഈ പാസ്റ്റ് സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ എന്തോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലവർക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ടായിരിക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാനുള്ള അവസരങ്ങളായിരിക്കാം. ഓക്കെ, പാസ്റ്റ് സംഭവിച്ച ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തോ പഠിക്കാനുണ്ട് എന്നാണ്. ആ പഠിച്ച് നമ്മൾ സ്വയം തിരുത്തുക എന്നുള്ളതാണ്, അല്ലേ? അത്രയേ ഉള്ളൂ. പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. ഒരിക്കലും നമ്മൾ ആ പാസ്റ്റ് നമ്മളെ പിടിച്ച് പിന്നോട്ട് വലിക്കാനുള്ള അത് ആവും, ശരിയാണ്. പക്ഷെ അതിന് പുറത്തു വരാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഹെൽപ്പ് എടുക്കുക, നിങ്ങളുടെ സ്പിരിച്വൽ ഹെൽപ്പ് എടുക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം മേ ബി ഇപ്പോൾ സപ്പോസ് ഫൈനാൻഷ്യൽ ലോസ് ഒന്നും വിചാരിക്കും, അത് നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമോ നിങ്ങൾ കുറച്ചുകൂടി. ചിലപ്പോൾ അതും ആവാം, കുറച്ചുകൂടി കൂടുതൽ പഠിക്കണോ, ഞാൻ എന്താ വേണ്ടത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോസ് വരിക, ടെൻഷൻ വരിക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ കയ്യിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ അതിന് നിങ്ങൾ ഇവിടെ അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാർഡാണ് ഞാൻ ഇത് ലാസ്റ്റ് പറയാൻ വെച്ചാൽ. ഓക്കെ, സോ നിങ്ങൾക്ക് പറയുന്നത് അങ്ങനെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിരിക്കാം. ഓക്കെ, നിങ്ങളെ കുറെ കൂടി നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ, യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വേദനയും വിഷമമൊക്കെ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വേറെ പുതിയ അവസരങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി. അതിപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഫൈനാൻഷ്യലി നിങ്ങൾ പ്രശ്നങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുടെ അങ്ങനത്തെ കാര്യങ്ങൾ ഓഫർ ആയിരിക്കാം, ഒരു മെസ്സേജിന്റെ കാര്യമായിരിക്കാം. കുറച്ച് പേർക്ക് അത് റൊമാൻറ്റിക് ആയിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യം വരും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന രീതിക്കായിരിക്കും. അത് കുറച്ചുകൂടി ജെനുവിൻ ആയിട്ടുള്ള നല്ല ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ ഈ ഒരു പാസ്റ്റിനെ മനസ്സിൽ നിങ്ങൾ അഗൈൻ 5 ആണ് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളെ പാസ്റ്റ് ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, ഐ മീൻ നിങ്ങൾക്ക് സാധിക്കും, അത് വേറെ കാര്യം. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് വരും. സോ നിങ്ങൾ ഈ ഇത്രയും കാലം സ്ട്രെസ് അടിച്ചതും ടെൻഷൻ അടിച്ചതും ഒക്കെ വെറുതെ ആണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യും. ഓക്കെ, ഒരു ഒറക്കിൾ ഡെക്ക് ഞാൻ ആക്ച്വലി നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു വളരെ നല്ലൊരു ഓഫർ എന്ന രീതിക്കാണ് നമ്മുടെ അടുത്ത് ഒരു മെസ്സേജ് എന്ന രീതിക്ക് പറയാം. റൊമാൻറ്റിക് ഓഫർ ആവാം, കരിയറിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ ആയിരിക്കാം, ഇമോഷണലി നിങ്ങൾക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും ഇത്. നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരും എന്തായാലും. ഓക്കെ, സോ ഐ തിങ്ക് ഈ ഫുൾ മൂണൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ്. Let's see, shadow alchemy, turn shadows into gold. Okay, എടുത്ത് വെച്ചിട്ട് വായിക്കാം. Having hope, resentment, defensive. See, ഇവിടെ ഓക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഷാഡോസിനെ ടേൺ ഷാഡോസ് ഇൻ ടു ഗോൾഡ് ബൈ ഷിഫ്റ്റിംഗ് യുവർ അവയർനെസ് എന്നാ പറയുന്നത്. സി, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും പ്രശ്നങ്ങൾ. ഓക്കെ, എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും, പേടികളുണ്ടാവും, ഫിയേഴ്സ് ഉണ്ടാവും. നമ്മളുടെ എന്താ പറയുക കഴിവുകളെ പറ്റി നമ്മൾ സ്വയം മനസ്സിലാക്കില്ല. അങ്ങനെ ഒരുപാട് ഷാഡോ സൈഡ് ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ പല പേടികളുണ്ട്, നമ്മൾ പലരോട് പറയാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സോ അതിനെയൊക്കെ പക്ഷെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റും എന്നാ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാം എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. എൻ്റെ ഉള്ളിൽ എന്താണ് ഫിയേഴ്സ് എന്ന് നിങ്ങൾ ആലോചിക്കൂ. എൻ്റെ ഉള്ളിൽ എന്താണ് തടസ്സം, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് എന്താണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ, ഓക്കെ എൻ്റെ പേടിയാണ്, ഞാൻ തോൽക്കോ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള പേടിയാണ് എനിക്ക്.
അല്ലെങ്കിൽ എൻ്റെ ഒന്നും ഇല്ലാതെ ആയി പോയാലോ, അങ്ങനെ അതാണ് എൻ്റെ പേടി എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഓക്കെ, ആ അവയർനെസ് അത് ഒരിക്കൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ആലോചിക്കാം. ഇതിനെ എനിക്ക് മറികടക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. ഓക്കെ, എൻ്റെ ഇവിടെ ഹാവിങ് ഹോപ്പ് എന്ന് പറയുന്നുണ്ട്. സോ നാവിഗേറ്റ് യുവർ ഷാഡോസ് വിത്ത് കമ്പാഷൻ ആൻഡ് ജെൻറ്റ്നസ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ശരി, നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഓക്കെ, ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ആരായാലും ശരി, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. സോ നമ്മളതിനെ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ മോശമായിട്ടാണ്, അവനവനെ സെൽഫ് നെഗറ്റീവ് ആക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളത് മാറ്റിയെടുക്കുക. നിങ്ങളതിനെ അവനവനോട് മാപ്പ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഓക്കെ, അവനവന് മാപ്പ് കൊടുക്കുക. ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് വെച്ചിട്ട് അതത്ര വലിയൊരു മിസ്റ്റേക്ക് ഒന്നും അല്ല. ഓക്കെ, എനിക്കും ഇത്ര ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് എല്ലാ കഴിവും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല അല്ലെ. സോ അങ്ങനെ കുറച്ചൊക്കെ അവനവനോടൊരു സ്നേഹം കാണിക്കൂ, അവനവനോട് കമ്പാഷൻ കാണിക്കൂ, ജെന്റിൽ ആകൂ. ഓക്കെ, നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ് എന്നിട്ട് എനിക്ക് ഇന്ന കാര്യമാണ് എനിക്ക് പ്രോബ്ലം, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കഴിവില്ല, എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് എന്ത് പറയും? ഓക്കെ, ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയില്ലേ, നാച്ചുറലി നിങ്ങൾ പറയില്ലേ ആൾക്ക് തോന്നലാണ്, അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഇന്ന കാര്യമുണ്ട്, അത് മതിയല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും അല്ലേ. സോ അതേപോലെ എന്തുകൊണ്ട് നിങ്ങൾ അവനവനോട് ചെയ്യുന്നില്ല? ഓക്കെ, അവനവനും കൂടി ആ കെയറും ഒരു ഇതും ചെയ്യൂ നിങ്ങൾ. ഓക്കെ, resentment, it often fosters causing a desire for revenge, let go of the past. Okay, yes, let go of the past. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും തനിച്ചാക്കി, നിങ്ങളെ ആരെങ്കിലും പുറത്താക്കി, നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളെ തട്ടിയെടുത്തു, നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ വിഷമിപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ആ ഒരു ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണ്ട. ഓക്കെ, അതിന് മാപ്പ് കൊടുത്തേക്കാം. എന്നാൽ മാത്രമേ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ ഒരു റിവെഞ്ച് എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോ അതൊക്കെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു പീസ് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാം. ഓക്കെ, അവർ ചെയ്തത് അത് നിങ്ങളെ ശരിക്കും നിങ്ങൾ ചില കാര്യങ്ങളും പഠിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവർക്ക് മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ആരോടും ദേഷ്യങ്ങൾ വെക്കണ്ട എന്നാണ്. സെഡക്റ്റീവ് അല്യൂർ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ബ്ലൈൻഡ്സ് യു ടു ദ കോൺസിക്വൻസ്. നിങ്ങൾ ക്രേവിംഗ് പ്രോമിസസ് ഹിഡൻ. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അവസരങ്ങൾ വരുന്നുണ്ടാവും. ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു ഒരു 7 കപ്സ് ഉണ്ടായിരുന്നു. 7 കപ്പ് സെയിം കാർഡാണ്. സോ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ കാര്യം എന്തെങ്കിലുമൊക്കെ വേറെ തരത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും ഇല്ലേ. നമ്മൾ അതിനുള്ള എളുപ്പ വഴികൾ നോക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. സോ ബി കെയർഫുൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തെറ്റായ ഫലങ്ങൾ മേ ബി നിങ്ങൾ പാസ്റ്റിൽ അങ്ങനെ ചെയ്ത് കാണാം. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനത്തെ പല അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ബി കെയർഫുൾ എന്തായാലും. ഓക്കെ, ആൻഡ് ഡിഫെൻസീവ്, അൺസീൻ റെസിസ്റ്റൻസ് ടു അൺറിസോൾവ്ഡ് ഇഷ്യൂസ്, എക്സ്പ്ലോർ വിത്ത് ക്യൂരിയോസിറ്റി. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ചില സമയത്ത് നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആവും. ഓക്കെ, നമ്മൾ അവനവനെ തന്നെ ചിലപ്പോൾ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. അത് നമുക്ക് പേടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ, എല്ലാത്തിനെയും നമുക്കൊരു സംശയവും എല്ലാത്തിനും നമുക്കൊരു ട്രസ്റ്റ് ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. സോ ഇവിടെ അങ്ങനെ ആവണ്ടാവുന്നതുമാണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ബാലൻസ് വെക്കാൻ പഠിക്കണം എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്യൂരിയസ് ആയിട്ട് റിഫ്ലക്ഷൻ, അക്സെപ്റ്റൻസ്, ഗ്രോത്ത്. സി നമ്മുടെ ലൈഫിന് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലേ അവിടെ ഒരു ഗ്രോത്ത് വരുള്ളൂ നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ആദ്യം തന്നെ പറഞ്ഞതാ, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ മുമ്പിലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് നിങ്ങളെ ബെറ്റർ ആക്കാനാണ് വരുന്നത്. ഒരിക്കലും നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ശരിയാണ്, കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒന്ന് പേടിച്ചു പോവും, ടെൻഷനായി പോവും, നമ്മൾ വറി ചെയ്യും, നമ്മൾ തോന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അതിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്യുന്ന ഒരു തെറ്റാണത്. ഓക്കെ, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ അതിന് പുറത്ത് വരാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ. എനിക്ക് എന്തോ ഞാൻ ഇന്ന് കാലത്ത് കൂടി കൊണ്ട് കണ്ടിട്ടു, വീഴുന്നല്ല തെറ്റ്. ഓക്കെ, വീണിടത്ത് കിടക്കുന്നതാണ് തെറ്റ്. അവിടെ നിങ്ങൾ എഴുന്നേക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതാണ് തെറ്റ് അല്ലേ. ഓക്കെ, സോ എനിവേ അവസരങ്ങൾ വരും നിങ്ങളുടെ മുമ്പിൽ, എല്ലാ അവസരങ്ങളും കിട്ടും. ഇതൊക്കെ കുറേയൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ട്രസ്റ്റ് കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക, നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാം യൂണിവേഴ്സ് നല്ലത് വരുത്തും. വരി എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നമസ്കാരം.